ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വേറൊരു ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്ന് പറയാം, ബാക്കി ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ടെന്ന് വേണമെങ്കിലും പറയാം, എല്ലാവർക്കും വേണ്ടിയിട്ടെന്ന് പറയാം. എനിക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് റിക്വസ്റ്റും ഒരുപാട് മെസ്സേജസും വരാറുണ്ട്. വാട്ട്സ് ഇൻ മൈ ബാഗ്. ആക്ച്വലി പ്രിപ്പയർഡായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പല സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നേനെ. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ബഹളം. എല്ലാവർക്കും ഇതിനകത്തുനിന്ന് ഇതൊരു അക്ഷയ പാത്രം പോലെ ഞാൻ ഓരോന്ന് പറയുമ്പോൾ ഇതിനകത്തുനിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനുള്ളിൽ എന്നറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം. സത്യം പറഞ്ഞാൽ ആക്രി സാധനങ്ങളാണ് ഇതിനകത്ത് മൊത്തം. അത് തുറന്ന് കാണിക്കാൻ എനിക്ക് ഒരു ആഗ്രഹവും ഇല്ല. പിന്നെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത നിർബന്ധം. അപ്പോൾ വിചാരിച്ചു ശരി എന്നാൽ പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി ഞാനിപ്പോൾ ചെയ്യുകയാണ്. നമുക്ക് നോക്കാമല്ലേ. എൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, നോക്കട്ടെ. ആദ്യം തന്നെ ഫോണായിരിക്കും. ആഹാ, മൈ ഫ്രണ്ട് അവന്തിക വിളിക്കുകയാണ്. എന്തായാലും പിന്നെ എടുക്കാം. ദാ ഫോണുണ്ട്. ആഹാ, സത്യം പറഞ്ഞതാ ഞാൻ ടിഷ്യൂ എടുക്കാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് ടിഷ്യൂ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒബ്വിയസ്ലി എല്ലാവരുടെയും ബാഗിലുള്ള പോലെ മാസ്ക് ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് എല്ലായിടത്തും ഇപ്പുറത്തോട്ട് വെക്കാം കേട്ടോ, ഒന്നും വിചാരിക്കാം. പിന്നെന്താ പറയുക, ക്ലിനിക്യൂവിൻ്റെ ഒരു ക്രീം ഫേസിലിടാനുള്ള അപ്ലൈ ചെയ്യാനുള്ള ഒരു ഡേ ക്രീം ഉണ്ട് എൻ്റെ അടുത്ത്. ക്ലിനിക്യൂവിൻ്റെ തന്നെ വേറൊരു സിറമുണ്ട്. എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂം ബർബറീൻ്റെ ഒരു പെർഫ്യൂം ഉണ്ട്. ബർബറീൻ്റെ ഒന്നല്ല, കുറച്ചധികം ഫ്ലേവേഴ്സ് ഉണ്ട് ആക്ച്വലി. അതിൻ്റെ തന്നെ ചെറിയ ബർബറീൻ്റെ ക്ലിനിക്യൂവിൻ്റെ തന്നെ വേറൊരു ചെറിയ മോയ്സ്ചറൈസിങ് സംഭവം. ഇതാണ് എൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് കേട്ടോ. ക്ലിനിക്യൂവിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ മൈ ഫേവറേറ്റ് ബോബി ബ്രൗണിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ആക്ച്വലി ബർബറിക്കാർ മിക്കവാറും എന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കുക. അവരുടെ തന്നെ പ്രോഡക്റ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്തുള്ളത്. അവരുടെ തന്നെ ഒരു ബോഡി ലോഷൻ ഉണ്ട്. പിന്നെന്താ പറയുക, ഒബ്വിയസ്ലി ഒരു മൊബൈൽ ചാർജർ. കുറേ ആക്രി ഞാൻ മാറ്റിയിട്ടോ, എനിക്കറിയാമായിരുന്നു പണി കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് ആക്രി എടുത്തത് റൂമിൽ വെച്ചിട്ടാണ് വന്നത്. പിന്നെ അയ്യോ ഒന്നും തോന്നല്ല, ഓർബിറ്റ് തീർന്നു പോയി, കളയാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇതും കൊണ്ടുവന്നു. നമ്മളിവിടെ എങ്ങും ഇടുന്നത് ശരിയല്ലല്ലോ, വീട്ടിൽ കൊണ്ടേ കളയാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇട്ടേക്കാം. പിന്നെ എന്താ പറയുക, മസ്കാര. മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ഒന്നല്ല, മാക്കിൻ്റെ കുറച്ച് അധികം ഉണ്ടാവും. 1-2 ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ നമ്മുടെ വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു റോൾ ഓൺ പെർഫ്യൂംസ് ആണെന്ന് തോന്നുന്നില്ല ഏറ്റവും കൂടുതൽ. ഒരു റോൾ ഓൺ ഞാൻ ഭയങ്കര അഡിക്ഷൻ ആട്ടോ എനിക്ക് പെർഫ്യൂം. വിക്ടോറിയ സീക്രട്ടിൻ്റെ ഒരു പെർഫ്യൂം ഉണ്ട്. മസ്കാര, ഐബ്രോ പെൻസിൽ. ആക്ച്വലി എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു ക്രീം ഇടുക, ഒരു ലിപ്സ്റ്റിക് ഇടുക, ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഞാൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അത്രയേ ഉള്ളൂ. ഈ മേക്കപ്പ് ഇതൊരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇട്ടതാണ്, അല്ലാതെ ഒന്നുമില്ല കേട്ടോ. ഇനി എൻ്റെ അതിനകത്ത് ഒന്നുമില്ല. 2-3 ഐ ഡ്രോപ്സ് ഉണ്ട്. എൻ്റെ ഓൾവേസ് ഫോണിൽ കളിച്ചും ടി വി വാച്ച് ചെയ്തും ഈ ലൈറ്റ് എല്ലാം കൂടി അടിച്ചിട്ട് എൻ്റെ ഐ എപ്പോഴും ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഐ ഡ്രോപ്സ് എനിക്ക് ഡോക്ടർ തന്നു. അത്രയേ ഉള്ളൂ എൻ്റെ ബാഗിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ കുറച്ച് സാധനങ്ങൾ. ഇടയ്ക്ക് ഡസ്റ്റ് അലർജി വന്നപ്പോൾ അലർജിക്ക് വേണ്ടി ഡോക്ടർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് തന്നു. ഇതൊക്കെ ഉള്ളൂ, പാവം ഞാൻ. പിന്നെ എന്താ പറയുക, കുറച്ച് ചില്ലറ പൈസ, ഒരു ചീപ്പ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇത്രയൊക്കെ സാധനങ്ങളാണ്. ഒഴിച്ചു വിടാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ. ഈ ക്രീംസ്, പെർഫ്യൂംസ്, പിന്നെ എന്താ പറയുക മാസ്ക്, പിന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ബാഗ് വന്നിട്ട് ഇത് മോച്ചീൻ്റെ ബാഗാണ്. ഇതിപ്പോൾ റീസെൻ്റ്ലി മേടിച്ചതാണ്. ഞാൻ നോർമലി ഗുച്ചിൻ്റെ ബാഗായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ഞാൻ ബാഗ് മോച്ചി ബാഗ് യൂസ് ചെയ്ത് തുടങ്ങി. കുഴപ്പമില്ല കേട്ടോ, നല്ല ബ്രാൻഡാട്ടോ, നല്ല ബ്രാൻഡാണ്. എന്താ പറയുക, ഇത്രയൊക്കെ ഉള്ളൂ ആക്ച്വലി ഒഴിച്ചുവിടാൻ പറ്റാത്ത സാധനം. ടിഷ്യൂൻ്റെ കാര്യം വീണ്ടും പറയണ്ടല്ലോ, ഞാൻ ഇവിടെ നിന്ന് കടം വാങ്ങിച്ച് വെച്ചതാണ്, മറന്നുപോയി വീട്ടിൽ നിന്ന് എടുക്കാൻ. കാശ് ഞാൻ ഒരുപാട് ബാഗിൽ വെക്കാറില്ല. കുറച്ച് ടിപ്സൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുള്ള കാശേ വെക്കാറുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഗൂഗിൾ പേ ആണ്, വേറെ ഒരു വഴിയില്ല. കാർഡും ഞാൻ കളയും. എനിക്ക് തോന്നുന്നു ഒരു 3-4 ATM കാർഡ് കളഞ്ഞു. അതുകൊണ്ട് ഞാൻ അതും ഒഴിവാക്കി. ഇപ്പം ദൈവം സഹായിച്ച് ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇത്രയേ ഉള്ളൂ എൻ്റെ കാര്യങ്ങളൊക്കെ. ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്താണെന്നുള്ളത്. ആക്ച്വലി ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ചെയ്യാം കേട്ടോ. മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക് ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ എവിടെയെങ്കിലും ഇപ്പം നമുക്ക് ഷൂട്ട് കാര്യങ്ങൾക്കാണെങ്കിൽ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വൈകുന്നേരം വരെ അങ്ങനെ നിൽക്കും. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതാണെങ്കിൽ ഈ ഭാഗത്തൊന്നും ആവാണ്ട് കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ നമ്മുടെ ഈ മാക്ക് എൻ്റെ ഫേവറേറ്റ് കളറാട്ടോ. ഈ ഒരു റെഡ്
ലൈറ്റ് റെഡാണ്, ബട്ട് ഭയങ്കര ലേഡി ഡേഞ്ചർ, അത് തന്നെയാണ് ഇതിൻ്റെ പേരും, ലേഡി ഡേഞ്ചർ. ഭയങ്കര നല്ലതാട്ടോ, ഭയങ്കര നല്ല കളറാണ്. പിന്നെ നമ്മുടെ ഈ ബോബി ബ്രൗണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പെട്ടെന്നുള്ള യൂസ്, ഭയങ്കര ഭംഗിയായിട്ടിരിക്കും, പക്ഷേ ഇതൊരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. ഞാൻ തീർത്തും പറയാം കേട്ടോ, ബോബി ബ്രൗൺ നല്ല ബ്രാൻഡാണ്, ഭയങ്കര നല്ലതാണ്. അതൊക്കെ ആണെങ്കിലും ഇത് ലാസ്റ്റ് ചെയ്യുന്നില്ല. ഇട്ട് കുറച്ച് നേരം, മാക്സിമം ഒരു 1 hour കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അത് മാത്രമാണ് എനിക്ക് ഇതിലൊരു ഫോൾട്ടായിട്ട് തോന്നിയത് ബോബി ബ്രൗണിൻ്റെ കാര്യത്തിൽ. പക്ഷേ മാക്കിൻ്റെ കാര്യത്തിലും ഒരു രക്ഷയില്ല. അതേപോലെ തന്നെ ക്ലിനിക്കും നല്ലോണം ലാസ്റ്റ് ചെയ്യും. ക്ലിനിക്കിൻ്റെ ഒരുപാട് ഇതുണ്ട്, ഞാനൊന്നും ബാഗിലെടുത്ത് വെച്ചിട്ടില്ല, എല്ലാം വീട്ടിലാണ് കേട്ടോ. ക്ലിനിക്കിൻ്റെ ഒരുപാട് ലിപ്സ്റ്റിക് എൻ്റെ അടുത്തുണ്ട്. ക്ലിനിക്യൂ, മാക്ക്, ബോബി ബ്രൗൺ, ഇതൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല ബ്രാൻഡെന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പ്രിഫർ ചെയ്യാൻ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഏറ്റവും നല്ല ലിപ്സ്റ്റിക്ക്. നമ്മൾ എന്താ പറയുക, ഒരുപാട് പൈസ ലാഭിക്കാൻ ഈ ഒരു കാര്യങ്ങളിലൊന്നും നോക്കരുത് കേട്ടോ. ആക്ച്വലി നമ്മുടെ ലിപ്പ്, കണ്ണ്, ഈ വക കാര്യങ്ങളിലെല്ലാം നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം. എന്നാൽ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും നല്ല ബ്രാൻഡ്സ് യൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ഈ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം എല്ലാവരും വിചാരിക്കും 100 രൂപ 50 രൂപ ഇങ്ങനത്തെയൊക്കെ ലിപ്സ്റ്റിക്ക് ഒരുപാട് കളേഴ്സ് വെറൈറ്റി ഒക്കെ കിട്ടും. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നല്ല ബ്രാൻഡ്, ഏറ്റവും നല്ല ബ്രാൻഡ് ഏതാണെന്ന് നോക്കി നമ്മളിത് കളക്ട് ചെയ്യുക, വാങ്ങിക്കുക. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമൊക്കെ എല്ലാവർക്കും മനസ്സിലാണ്. എനിക്ക് ഇവിടെ ഉള്ളവർ പണി തന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ അടുത്ത പറയുക വാട്ട്സ് ഇൻ മൈ ഫോൺ എന്നും കൂടെ അറിയണം. ഫോണിനകത്തൊന്നുമില്ല ആക്ച്വലി. ഏറ്റവും കൂടുതൽ ഞാൻ മിക്കവാറുള്ള ഇൻ്റർവ്യൂസിലൊക്കെ പറയാറുണ്ട്, എന്നെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ഫോൺ എടുക്കില്ല എന്നുള്ളത്. വേറൊന്നുമില്ല, ഭയങ്കര ഉഴപ്പിയാണ്. ഇപ്പം തന്നെ ഇങ്ങനെ കോൾസ് വരും. ഇത് ഓൾമോസ്റ്റ് മിക്കവാറും സൈലൻ്റ് ആയിരിക്കും. മിക്കവാറും ഇപ്പോൾ വീട്ടിലാണെങ്കിൽ സൈലൻ്റ് ആയിരിക്കും. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്രം വീട്ടുകാർ പറയുമ്പോൾ ഫോൺ സൈലൻ്റ് ആക്കരുത് എന്ന് പറഞ്ഞാൽ മാത്രം ഓണാക്കി വെക്കും. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. വാട്സപ്പും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഇത് മാത്രമാണ് ഞാൻ ആകെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഒരു ഇത് നോക്കുന്നത്. പിന്നെ എന്താ പറയുക, മെസ്സേജസൊക്കെ നോക്കാറുണ്ട്, എപ്പോഴും ഇല്ല. ഇങ്ങനെ നോക്കുമ്പോഴൊക്കെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. എല്ലാവരും പറയാറുണ്ട് നോക്കാറില്ല, എനിക്ക് ആർക്കും റിപ്ലൈ. എല്ലാവർക്കും ഞാൻ സത്യമാണ് കേട്ടോ, ഞാൻ വല്ലപ്പോഴൊക്കെ നോക്കാറുള്ളൂ. നോക്കുമ്പോഴൊക്കെ എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. ഇനി തൊട്ടൊക്കെ നിങ്ങളുടെയൊക്കെ പരാതി മാറ്റി ഞാൻ ഇങ്ങനെ നോക്കിക്കോളാം കേട്ടോ. എനിക്കാര്യം കുറച്ച് ദിവസം ഫ്രീ ആണ്. ഇതാ മെസ്സേജ് വരുന്നുണ്ട്, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഇൻസ്റ്റയിലും ഇതിലും ഒക്കെ വരുന്ന മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും വിചാരിക്കുക എപ്പോഴും ഇത് ആർക്കാണ് ഈ മെസ്സേജ് വരുന്നത്, ഇതെന്തായിരുന്നു സംഭവം. ഇൻസ്റ്റയിലും നമ്മുടെ FBയിലും ഒക്കെ വരുന്ന മെസ്സേജസ് ആണ്, അല്ലാതെ എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജസ് ഒന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഫോണിലുള്ള, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ആപ്പും ഇല്ല കേട്ടോ. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റ, ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ എൻ്റെ ഫോണിൽ. പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും പറയുന്നുള്ള 2ഉം 3ഉം ഫോണൊന്നും എനിക്കില്ല. എനിക്ക് ഈ ഒരെണ്ണേ ഉള്ളൂ. ഒന്നിൽ തന്നെ വിളിച്ചാൽ ആരും ഞാൻ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതികളാണ് നിരന്തരം. പിന്നെ എന്തിനാണ് അപ്പോൾ 2 ഫോണൊക്കെ? അതുകൊണ്ട് ഈ ഒരൊറ്റ ഫോണേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എൻ്റെ ഫോണിൽ എന്താണ്, എൻ്റെ ബാഗിൽ എന്താണ്, ഞാൻ എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ബാഗിലേക്ക് ആക്കട്ടെ. താങ്ക് യു.